ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് മറിയത്തിൻ്റെ ദാസന്മാരുടെ സഭയുടെ സ്ഥാപകരായ 7 വിശുദ്ധരുടെ തിരുനാൾ ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഫരിസേയരുടെയും ഹെരോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുമെന്ന്. യേശുനാഥൻ ഇത് പറയുമ്പോൾ ശിഷ്യന്മാർക്കത് എന്താണ് യേശുനാഥൻ പറയുന്നതെന്ന് മനസ്സിലായില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നത് ഭാഗികമായ അപ്പം അവരെടുത്തിട്ടില്ല, അപ്പം അപ്പം ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ യേശുനാഥൻ പറയുന്ന ആത്മീയമായ ഒരു കാര്യമാണ്. ശിഷ്യന്മാരാകട്ടെ ചിന്തിച്ചിരിക്കുന്നത് ശാരീരികമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ശിഷ്യന്മാർക്ക് ഇതിന് തൊട്ട് മുമ്പൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യേശുനാഥൻ 7 അപ്പം 4000 പേർക്കൊക്കെ വീതിച്ച് നൽകിയിട്ടുണ്ട്, 5 അപ്പം 5000 പേർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഇവർക്ക് അറിയാം അവിടുന്ന് മനുഷ്യൻ്റെ ശാരീരികമായ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാനാണെന്നും അവരെ നൽകുന്നു. പക്ഷേ ഇവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശാരീരികമായ അവസ്ഥയെക്കുറിച്ചാണ്. അവരതിൽ നിന്ന് ഒരുപടി മുന്നോട്ട് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. യേശുനാഥൻ ഇവിടെ ഹെറോദോസിൻ്റെയും ഈ ഫരിസേയരുടെയും പുളിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ തിന്മകളാണ്. വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. ഹെറോദോസ് അവിടുത്തെ ഭരണാധികാരിയാണ്, ഫരിസേയർ അവിടുത്തെ നിയമം, അതായത് ആ സമൂഹത്തിലെ യഹൂദരുടെ മതവുമായി ബന്ധപ്പെട്ട അധികാരികളാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേരും ചെയ്യുന്ന തിന്മകൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. ഈ പുളിപ്പിൻ്റെ പ്രത്യേകത അത് ഈ മാവിനെ പുളിപ്പിക്കുന്നത് പോലെ തൊട്ടടുത്തിരിക്കുന്നവരെ വേഗത്തിൽ അതിനെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ഇവരുടെ സ്വാധീനത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അവരുടെ സ്വാധീന വലയത്തിൽ പെടരുത് എന്നാണ് യേശുനാഥനോട് പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബോധം ശിഷ്യന്മാർക്കില്ലാതെ പോയി. അതുകൊണ്ട് യേശുനാഥൻ അവരോട് വീണ്ടും ആവർത്തിച്ച് പറയുകയും അവർ ഈ അപ്പത്തെക്കുറിച്ച്, ശാരീരികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് അവരോട് ഒരു താക്കീത് നൽകുകയുമാണ്. അപ്പോൾ ഇത് എല്ലാ മനുഷ്യരോടുള്ള ഒരു താക്കീതാണ്. നമ്മളും പലപ്പോഴും നമ്മൾ ആത്മീയമായ കാര്യങ്ങളെ വിട്ടിട്ട് ശാരീരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ ശാരീരിക കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം, അതിനെക്കുറിച്ച് നമ്മുടെ ദൈവവും ബോധവാനാണ്. പക്ഷേ എങ്കിലും ഒരുപടി മുന്നോട്ട് ആത്മീയമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യാപൃതരാകണം എന്ന ഒരു ചിന്തയാണ് സുവിശേഷത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ നോമ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾക്കും കൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. അതിനുള്ളൊരു താക്കീതാണ്. കാരണം ഈ ആത്മീയമായ കാര്യങ്ങളിലെ അലസത പെട്ടെന്ന് സ്വാധീനിക്കാൻ ഇടയുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരായി നമ്മുടെ ആത്മീയ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തണമെന്ന് യേശുനാഥൻ പറയുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ 7 വിശുദ്ധരായ സഭാസ്ഥാപകർ, മാതാവിൻ്റെ പേരിലുള്ള ഒരു സഭയുടെ സ്ഥാപകരാണ്. ഇവർ ഫ്ലോറൻസിൽ 13-ാം നൂറ്റാണ്ടിൽ, അതായത് ഭരണപരമായും അവിടെ ഉണ്ടായിരുന്ന സഭാപരമായൊക്കെ ഒത്തിരിയധികം തിന്മകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടം, ഒത്തിരിയധികം ഹെരസികൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയ മനുഷ്യരാണ് ഇവർ. അവർ അന്നുണ്ടായിരുന്ന പ്രഭു കുടുംബത്തിലൊക്കെ പെട്ട മനുഷ്യർ, അവർക്കുണ്ടായിരുന്ന സമ്പത്തും അവരുടെ ഭവനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതായത് ശാരീരികമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന തിന്മയുടെ സ്വാധീനത്തിൽ പെടാതെ ഇവർ ഈശോയ്ക്ക് വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ ഇരന്ന് ഭിക്ഷയാചിച്ച് കഴിക്കുന്ന ഒരു സഭ സ്ഥാപിച്ച് അവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത് നമുക്ക് നൽകുന്നൊരു പാഠം, ഇന്ന് സുവിശേഷത്തിലൂടെ യേശു നൽകുന്ന പാഠമാണ്. ഞാൻ എൻ്റെ ശാരീരികമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവികമായ കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം. അപ്പോൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വിശുദ്ധരുടെ തിരുനാൾ ഓർക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള കൃപ നൽകണമെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ.